കാട്ടാന ആക്രമണം പതിവായതോടെ കുട്ടമ്പുഴയിലെ നാട്ടുകാരുടെ രോഷവും അണപൊട്ടിയിരിക്കുകയാണ്. ഇന്നലെ രാത്രി വൈകിയും വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങാൻ അവരെ പ്രേരിപ്പിച്ചതും തങ്ങളുടെ ദുരനുഭവങ്ങൾ തന്നെ. നെഞ്ചു പൊട്ടിക്കൊണ്ടായിരുന്നു നാട്ടുകാരുടെ പ്രതികരണങ്ങൾ. ഞങ്ങളുടെ ജീവന് ഒരു വിലയുമില്ലേ, ഓരോ ജീവനായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നാളെയും ആരുടെയെങ്കിലും ജീവൻ നഷ്ടപ്പെടും. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സ്ഥലത്ത് പ്രതിഷേധവുമായി തടിച്ചുകൂടിയ നാട്ടുകാരിൽ പലരും വൈകാരികമായി പറഞ്ഞതാണ് ഇതൊക്കെ. അധികാര കേന്ദ്രങ്ങളിൽ പല ആവർത്തി ചോദിച്ച ചോദ്യമാണ് അവർ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. സ്ഥിരമായി ആളുകൾ നടന്നു പോകുന്ന വഴിയിൽ വെച്ചാണ് എൽദോസിനെ കാട്ടാന ആക്രമിച്ചത്. പഞ്ചായത്ത് റോഡാണ്, ഇവിടെ വഴിവിളക്കുകളില്ല. 60ഓളം കുടുംബങ്ങളാണ് പ്രദേശത്തുള്ളത്. വന്യമൃഗശല്യം രൂക്ഷമായിട്ടും ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകാത്തതാണ് നാട്ടുകാരെ പ്രകോപിപ്പിച്ചത്. ഒരു മനുഷ്യ ശരീരത്തോട് ചെയ്യാനാകുന്നതെല്ലാം ആന എൽദോസിന്റെ ശരീരത്തോട് ചെയ്തു കഴിഞ്ഞുവെന്ന് നെഞ്ചുപൊട്ടി പറയുന്ന നാട്ടുകാർ മൃതദേഹം സംഭവ സ്ഥലത്ത് നിന്ന് എടുക്കാൻ പോലും അനുവദിക്കാതെ പ്രതിഷേധിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഞങ്ങൾക്കിതിന് പരിഹാരം വേണമെന്ന് അവർ ആവർത്തിച്ചു പറയുന്നു. നാട്ടുകാർക്ക് മുന്നിൽ കൈകൂപ്പി പറയേണ്ട അവസ്ഥയിലായിരുന്നു കളക്ടറും. രാത്രി 6 മണിക്കൂറോളം പ്രതിഷേധ ചൂടിൽ തിളച്ചു നിന്ന മനുഷ്യർ അതോടെ അയഞ്ഞു. തുടർന്ന് ജില്ലാ കളക്ടർ നൽകിയ ഉറപ്പുകളുടെ അടിസ്ഥാനത്തിൽ എൽദോസിന്റെ മൃതദേഹം രാത്രി 2 മണിയോടെ കോതമംഗലം താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. കോതമംഗലം താലൂക്കിലെ കോട്ടപ്പടി, പിണ്ടിമന, കീരമ്പാറ, കുട്ടമ്പുഴ, കവളങ്ങാട്, പൈങ്ങോട്ടൂര് പഞ്ചായത്തുകളിൽ കാട്ടുമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാണ്. ആനയെ കൂടാതെ പന്നിയും കുരങ്ങുമെല്ലാം കാർഷിക വിളകൾ പാടെ നശിപ്പിക്കും. ഈ പഞ്ചായത്തുകളിലെ റോഡുകളിലെല്ലാം കാട്ടുമൃഗങ്ങളുടെ ശല്യം വർദ്ധിച്ചു വരികയാണ്. രാത്രി വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ. ജീവനോപാധികൾ അടഞ്ഞ മലയോര ജനതയുടെ സഞ്ചാര സ്വാതന്ത്ര്യം കൂടി ഇല്ലാതാക്കുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. അതേസമയം സംഭവത്തിൽ വനം മന്ത്രി AK ശശീന്ദ്രൻ അടിയന്തര റിപ്പോർട്ട് തേടി. മുതിർന്ന ഉദ്യോഗസ്ഥരോട് സ്ഥലത്തെത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. വിഷയം ഗൗരവത്തിൽ എടുക്കുന്നുവെന്ന് പറഞ്ഞ മന്ത്രി നാട്ടുകാരുടെ പ്രതിഷേധം ന്യായമാണെന്നും കൂട്ടിച്ചേർത്തു. ഫെൻസിംഗ് ഉൾപ്പെടെ എന്തുകൊണ്ട് വൈകിയെന്ന് അന്വേഷിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മനുഷ്യജീവന് വില കൽപ്പിക്കാത്ത നടപടിയാണ് വനംവകുപ്പിന്റേത് എന്ന് ഡീൻ കുര്യാക്കോസ് MP ആരോപിച്ചു. ജില്ലാ കളക്ടർ നൽകിയ ഉറപ്പുകളുടെ അടിസ്ഥാനത്തിൽ എൽദോസിന്റെ മൃതദേഹം കോതമംഗലം താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. മൃതദേഹത്തിന് മുന്നിൽ നിന്ന് ഇന്നലെ അർദ്ധരാത്രി 2 മണിക്ക് എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ് കൈകൂപ്പി ജനങ്ങളോട് അഭ്യർത്ഥിച്ചതോടെയാണ് 6 മണിക്കൂറോളം പ്രതിഷേധ ചൂടിൽ തിളച്ചു നിന്ന മനുഷ്യർ അയഞ്ഞത്. മരിച്ച എൽദോസിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരമായി രാത്രി തന്നെ 10 ലക്ഷം രൂപയുടെ ചെക്ക് കളക്ടർ കൈമാറി. പ്രദേശത്ത് തെരുവു വിളക്കുകൾ സ്ഥാപിക്കാൻ 5 ദിവസത്തിനുള്ളിൽ നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പും നൽകി. ഇന്ന് തന്നെ ആനമതിൽ നിർമ്മിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വാഗ്ദാനം നൽകി. കളക്ടറുടെ നേതൃത്വത്തിൽ എടുത്ത തീരുമാനങ്ങളിൽ കൈക്കൊണ്ട നടപടികളുടെ അവലോകന യോഗം 27-ാം തീയതി കളക്ടറുടെ നേതൃത്വത്തിൽ നടക്കും.